بسم الله الرحمن الرحيم الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله وصحبه أهل الصدق والوفا. ബഹുമാനമുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ ഇൽമ് അല്ലാഹുവിൻ്റെ പ്രകാശമാണ്. അൽ ഇൽമു നൂറുള്ള, അല്ലാഹുവിൻ്റെ ഇൽമ് പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് വലിയ മഹത്വരമായ പുണ്യമായ അമലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇന്നത്തെ വിഷയം വളരെ പ്രധാനമാണ്. ഒരു അധ്യായം ഇൽമ് പഠിക്കുന്നത്, അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്, അബൂ ഖുബൈസ് മലയോളം സ്വർണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുന്നതിനേക്കാൾ മഹത്വരമാണ്, പുണ്യമാണ് എന്ന് മുസ്തഫായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഇന്നത്തെ ക്ലാസ് പഠിക്കാനും അത് പഠിപ്പിച്ചു കൊടുക്കാനും അത് പ്രവർത്തിക്കാനും മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. നൂറെ ഫജ്ർ ഇന്നത്തെ ക്ലാസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വലിയ ഒരു അമൽ, ഉറക്കം. നാമൊക്കെ ഉറങ്ങുന്നവരാണ്. ജീവിതത്തിന്റെ മൂന്നിലൊരു ഭാഗം ഉറങ്ങുന്നവർ, ജീവിതത്തിന്റെ നാലിൽ ഒരു ഭാഗം ഉറങ്ങുന്നവർ. ഒരു ദിവസം 24 മണിക്കൂർ, ആ 24 മണിക്കൂറിന്റെ 1/4 ഉറങ്ങുന്നവർ, 6 മണിക്കൂർ, അതുപോലെ 1/3 8 മണിക്കൂർ ഉറങ്ങുന്നവർ. ഉറക്കമെന്ന് പറയുന്നത് ഒരു മരണമാണ്. അന്നൗമു അഹുൽ മൗത്ത്, ഉറക്ക് എന്നത് മരണത്തിന്റെ സഹോദരനാണ്. ഒരു നിശ്ചലാവസ്ഥയാണ് ഉറക്കം. ഒന്നും അറിയുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല, ഒന്നിനും സാധിക്കാത്തൊരവസ്ഥയാണ് ഉറക്കം. ആ ഉറക്കം മുഴുവൻ ഇബാദത്തായി മാറ്റാൻ ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിനിന് സാധിക്കുന്നു. ഒരു ദിവസം 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഉറങ്ങുന്ന വ്യക്തിക്ക് ഒരു അമല് കൊണ്ട് 8 മണിക്കൂറും ഇബാദത്തായി മാറ്റാൻ സാധിക്കുന്നു. 24 മണിക്കൂറിൽ 6 മണിക്കൂർ ഉറങ്ങുന്ന ഒരാള് 6 മണിക്കൂറും ഇബാദത്തായി മാറ്റാൻ അവന് സാധിക്കുന്നു. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു സഹാബി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ 6324 നമ്പറായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാ അറാദ അൻ യനാമ, ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ റസൂലുള്ളാഹി തങ്ങൾ വുളൂ ചെയ്യും. ശേഷം ഖാല, മുത്തുനബി പറയും, ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹിയ. ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹിയ എന്ന ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുമായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മുത്തുനബി ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ ഈ ദിക്ർ ചൊല്ലാതെ ഉറങ്ങാറില്ല. ബിസ്മിക്കല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ ഇസ്മു കൊണ്ട്, അല്ലാ എന്ന ഇസ്മു കൊണ്ട് ഞാനിതാ അമൂതു മരിക്കുന്നു, വ അഹിയ ഞാനിതാ ജീവിക്കുന്നു. അതായത് ഉറങ്ങുന്നു, ഉണരുന്നു. മറ്റു റിവായത്തിൽ അഹിയ വ അമൂതു എന്നുണ്ട്. എന്നാൽ ബുഖാരിയിൽ 6324 നമ്പറായി ഹദീസ് ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹിയ എന്നാണ്. ഈ ദിക്ർ ചൊല്ലിയിട്ട് ഉറങ്ങുന്ന ഒരു വ്യക്തി അന്നൗമു കുല്ലുഹു ഇബാദ, അവന്റെ ഉറക്ക് മുഴുവനും ഇബാദത്താണ്. അതുപോലെ മലക്കുകളുടെ പ്രത്യേകമായ കാവല് അല്ലാഹു സുബ്ഹാനഹു വ തആല വക്കല അലൈഹി, അവന്റെ മേൽ ഏൽപ്പിക്കുന്നു. മലായിക്കത്തൻ, മലക്കുകളെ യഹ്ഫളുനഹു, ആ മലക്കുകൾ അവന് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ ആ ഉറക്കത്തിലെങ്ങാനും മരണപ്പെട്ടു പോയാൽ
അള്ളാഹുവിന്റെ അലംഘനീയമായ വിധി, അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം റൂഹിനെ പിടിക്കാൻ വന്നാൽ ആ സമയത്ത് ഇദാ മാത്ത ഷഹീദ, മരണപ്പെട്ടാൽ ഷഹീദിന്റെ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ പ്രതിഫലമാണ്, അള്ളാഹു നൽകുന്ന വലിയ ഒരു അവസരമാണ്. 60 കൊല്ലം ജീവിക്കുന്ന ഈ അമല് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു ദിവസം 8 മണിക്കൂർ ആ വ്യക്തി ഉറങ്ങുന്നുണ്ടെങ്കിൽ 20 കൊല്ലം അറിയാതെ ഇബാദത്ത് ചെയ്ത കൂലി അവന്റെ സ്വഹീഫത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ അമല് ചെയ്യുമ്പോൾ 40 കൊല്ലം ഈ അമല് ചെയ്യുന്നവൻ 6 മണിക്കൂർ ഉറങ്ങുന്നുണ്ടെങ്കിൽ 10 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി. 60 കൊല്ലം ഈ അമല് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തി 8 മണിക്കൂർ ഉറങ്ങുന്ന ആളാണെങ്കിൽ 20 കൊല്ലം അറിയാതെ ഇബാദത്ത് ചെയ്ത കൂലി ലഭിക്കുന്ന മഹത്തായ അമലാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ, കിതാബ് ഫതുഹുൽ ബാരിയിൽ, കിതാബ് ഫൈലുൽ ബാരിയിൽ, കിതാബ് ഉംദത്തുൽ കാരിയിൽ തുടങ്ങിയ കിതാബുകളിലൊക്കെ ഈ മഹത്തായ ദിക്റും അതിൻ്റെ മഹത്വങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അൽ ഇൽമു മഅൽ അമലി, ഇൽമ് അതോടൊപ്പം അമല് വേണം, എന്നാൽ യൻഫഉ, അത് പ്രയോജനപ്പെടും. ഇൽമനുസരിച്ചുകൊണ്ട് അമല് ചെയ്യണം. ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് ഈ അമല് ഞാൻ ചെയ്യും എന്നൊരു പ്രതിജ്ഞ നാം ഓരോരുത്തരും എടുക്കണം. വളരെ ചെറിയ, എളുപ്പത്തിൽ ചെല്ലാൻ പറ്റുന്ന, ചെറിയ മക്കൾക്ക് പോലും മനഃപ്പാടമാക്കാൻ പറ്റുന്ന ഒരു ദിക്റാണ്. ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യ, ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യ. ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ ഉറക്കം മുഴുവനും ഇബാദത്ത്, മലക്കുകളുടെ കാവല്, മരണപ്പെട്ടാൽ ഷഹീദിന്റെ പ്രതിഫലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അമല് ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ.